ക്യാപ്സിക്കം പ്രധാനമായി ചേർത്ത് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ക്യാപ്സിക്കം മസാല റൈസ്. ക്യാപ്സിക്കവും അരിയും തേങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് ഈ ഒരു വിഭവത്തിനുള്ളത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു ക്യാപ്സിക്കം മസാല റൈസ് തയ്യാറാക്കുക എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കായി ഇന്നത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. ക്യാപ്സിക്കം മസാല റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ: 5 സ്പൂൺ എണ്ണ, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 സ്പൂൺ ചനപ്പരിപ്പ്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ബാത്ത് പൗഡർ, 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/2 ഭാഗം നാരങ്ങ, ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് അരി. ഇത് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ചെറുതായി പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കുക. ഇനി ചനപ്പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇത് ആവശ്യത്തിന് വഴറ്റു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് അല്പം ഒന്ന് വഴറ്റു വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഇതിലേക്ക് ബാത്ത് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി അല്പം നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വഴണ്ടു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റാം. ഇനി മറ്റൊരു പാത്രത്തിൽ വേവിച്ച ചോറ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തയ്യാറാക്കിയ കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം മസാല റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.